ഇനി നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയാലോ. അതായത് നിങ്ങളുടെ കയ്യിലെ തലേന്നത്തെ ചപ്പാത്തി ബാക്കിയിരിപ്പുണ്ടോ, അതല്ലെങ്കിൽ ചപ്പാത്തിക്ക് കറിയൊന്നുമില്ലേ, ഇങ്ങനെയുള്ള സന്ദർഭത്തിലും ഇത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇന്ന് ചില്ലി ഫ്രൈഡ് ചപ്പാത്തി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ 2 ചപ്പാത്തി, അതായത് തലേന്നത്തെ ചപ്പാത്തി കഷ്ണങ്ങളാക്കി മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ടത് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു സവോളയുടെ പകുതി, അതായത് നമ്മൾ 2 ചപ്പാത്തിയല്ലേ എടുക്കുന്നുള്ളൂ, അപ്പോൾ അതിനെ കണക്കാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത്, അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, 3 വലിയ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്. ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് വെജിറ്റബിൾസ് ആയിട്ട് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ സോസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ചില്ലി ഗാർലിക് സോസും അതുപോലെ സോയാ സോസുമാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ഏത് സീസണിങ്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഒലീവ് ഓയിലോ അതല്ലെങ്കിൽ ഏത് കുക്കിംഗ് ഓയിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ അത്ര നന്നായിരിക്കില്ല. ഇനി നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ്, കുട്ടികൾ കഴിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മുട്ട ഒന്ന് ചിക്കി പൊരിച്ചത് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പാനിലോട്ട് 2 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആണ് ആദ്യം ഇട്ട് കൊടുത്തത്. ഇത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴന്ന് വരണം. അതേസമയം നല്ലതുപോലെ കുക്കായി കുഴഞ്ഞു പോകുന്ന പരുവത്തിലൊന്നും എത്തരുത്. കഴിക്കാനായിട്ട് കിട്ടണം, നല്ല ക്രഞ്ചിയായിട്ട് തന്നെ കിട്ടണം. എന്നാൽ അതേസമയം ഒന്ന് വാടി വരാൻ വേണം. ഇതിലേക്ക് ഒരല്പം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം, ഒരു എരിവിന് വേണ്ടിയിട്ട്. ഇനി അതും നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ ഒരു എരിവിനനുസരിച്ച്, നമ്മൾ മെയിൻലി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു എരിവിനൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സോസിലൊക്കെ ഉപ്പുണ്ടാവും. ഇനി ഇതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചില്ലി ഗാർലിക് സോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്വീറ്റുമാണ്, അതേസമയം ഒരല്പം സ്പൈസിയുമാണ്. നിങ്ങൾക്ക് ഇതിന് പകരം ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരല്പം സോയാ സോസ്, അതായത് 1/2 ടീസ്പൂൺ, എൻ്റെ ഡാർക്ക് സോയാണ്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യും. നമ്മുടെ ചപ്പാത്തി നല്ലതുപോലെ ഡ്രൈ ആയിട്ട് കണ്ടോ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഇല്ല, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് താല്പര്യം ഇല്ലെങ്കിൽ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. നമ്മൾ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തു. കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചില്ലി ഫ്രൈഡ് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്.